നമ്മൾ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ശരി, ഇത്തവണ ഓണത്തിന് സെയില് കൂട്ടാനുള്ള തീരുമാനത്തില്ല ഞാൻ. മൂർത്തിയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ തന്നെയാ ഞാൻ നാട്ടിലേക്ക് വന്നത്. അല്ലാതെ തല താഴ്ത്തി പോകാനല്ല. അയാൾ വീണ്ടും എന്റെ കരണത്തടിച്ചു. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അച്ഛനുമായി അടുപ്പമുള്ളതിന്റെ പേരിൽ അജയ് മാമൻ എന്റെ കരണത്തടിച്ചത് ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ. അവൻ തല്ലും നിന്നെ, കൂടുതൽ വെറുക്കും. അതിനൊക്കെ കാരണങ്ങളുണ്ട് മോനെ. ഹലോ, എന്തായി ഓളി നോക്കുന്നേ? അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നേരെ നോക്കി പോടാ. ഓ, അതെ, നമ്മൾ ഇങ്ങനെ നിന്ന് നോക്കുന്ന പ്രശ്നമാവുന്ന തോന്നുന്നു. അവർക്ക് നമിത എപ്പോഴേ മെസ്സേജ് അയച്ചു കാണും. എന്നിട്ടെന്താ വരാത്തത്? അമ്മയെ തന്നെ പറഞ്ഞു പറ്റിക്കുവാണോടാ? ഇയാളെ കാണരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ? ഇയാളുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തിനാടാ രഹസ്യമായിട്ട് ഇയാളെ വന്ന് കണ്ടത്? പറയടാ. അത് പറയാൻ തനിക്ക് എന്ത് അധികാരമുള്ളത്? താൻ ഇവന്റെ ആരാ? ഞാനിവന്റെ ആരാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാവല്ലോ ജലജെ. അറിയാടോ, മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി മക്കളെ ജനിപ്പിച്ചൊരച്ഛനാ താൻ. നീ മിണ്ടരുത്. നിനക്കെന്നെ അവഹേളിക്കാനുള്ള ഒരർഹതയുമില്ല. ഞാൻ എന്റെ മക്കളെ വിട്ടുപോയെങ്കിൽ അതിന് കാരണക്കാരി നീയാണ്. ഇവനോട് കള്ളക്കഥകൾ പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചാലും താൻ കാണിച്ച വഞ്ചനയുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് പോകത്തില്ലടോ. നീ എന്തിനാണ് ജലജെ ഇവൻ എന്നെ കാണുന്നതിൽ ഇത്രയ്ക്കും ഭയക്കുന്നത്? എനിക്ക് ഭയമില്ലടോ. ദുഷ്ടനായ ഒരുത്തൻ എന്റെ മോനെ വഴിതെറ്റിക്കുമെന്ന ആശങ്കയുണ്ട്. അതാ ഞാൻ ഭയക്കുന്നത്. അതല്ല നിന്റെ ഭയം. നിന്റെ ഭാഗത്തെ വീഴ്ച എന്താണെന്ന് ഞാൻ ഇതുവരെ ഇവനോട് പറഞ്ഞിട്ടില്ല. പറയും, അതും പറയും, അതിന്റെ അപ്പുറവും പറയും. കള്ളങ്ങൾ പറഞ്ഞ് ഇവനെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതിനൊക്കെയുള്ള കഴിവുണ്ട് തന്റെ നാവിന്. മേലിൽ ഇയാളെ കാണരുത്. അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ നിന്നെ തളച്ചിടാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അറപ്പോടെ നോക്കുന്ന ഇയാളെ ഇനി നീ കണ്ട, പിന്നെ നിനക്ക് ഒരു കാഴ്ച കൂടി കാണേണ്ടി വരും. നിന്റെ അമ്മ ജീവനോടെ കത്തിത്തീരുന്നത്. നടക്കട അങ്ങോട്ട്. താൻ എന്റെ മക്കളെ വിട്ടിട്ട് പോയ ശേഷം ഒരു ശല്യത്തിന് ഞാൻ വന്നിട്ടില്ല. ദയവ് ചെയ്ത് തിരിച്ചും അങ്ങനെ ആയിരിക്കണം. അച്ഛൻ തനിക്ക് താക്കീത് തന്നു വിട്ടതാണെന്ന് എനിക്കറിയാം. ഇനി ആ അച്ഛനെ കൊണ്ട് ഈ പ്രായത്തിൽ വേണ്ടാത്ത കർമ്മം താൻ ചെയ്യിക്കരുത്. നടക്കടാ. കേറടാ അങ്ങോട്ട്.